5-6 വയസ്സുള്ള കുട്ടികൾ ഫോൺ കണ്ടു തുടങ്ങാറുണ്ട്. ഫ്രീ ഫയർ പോലെയുള്ള ഗെയിംസിന് പൈസ എടുത്ത് ഡോക്ടർ ഇത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞോണ്ട് ഡോക്ടറോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നെറ്റൊക്കെ കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ആപ്സ് കട്ട് ചെയ്യുക. നെറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പോൺ സൈഡിലേക്ക് പോകുന്നത്? സമൂഹത്തിന്റെ മൂല്യച്യുതിയാണ് ഇതിന്റെ കാരണം. അല്ലാതെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് വേണ്ട എന്ന് വെക്കുന്നതല്ല ഇവിടെ വലിയൊരു മേന്മയായിട്ട്. ഡോക്ടർ പറഞ്ഞ ADHD അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറെ പേഷ്യൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. സർക്കാരിന്റെ പേര് ഞാൻ പറയുന്നില്ല, കമ്പ്യൂട്ടർ വന്നാൽ ആൾക്കാരുടെ ജോലി മുഴുവൻ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് എന്തായി? അവരാണ് ഏറ്റവും നല്ല IT മിഷൻസും IT സാക്ഷരതയും 100% ലിറ്ററസി ഉള്ള IT ലിറ്ററസി ഉള്ള ഗവൺമെന്റ് ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ദ റിയൽ പാൻഡമിക് സ്റ്റാർട്ട്സ് നൗ എന്നാണ് പറയുന്നത്. ഞാൻ കാമാണ് ഡോക്ടർ, പറയട്ടെ. ഡോക്ടറാണ് ഇപ്പൊ കാമല്ലാത്തത്. ഡോക്ടർ ഹൃദയം തിളയ്ക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്ന് ബേഴ്സ്റ്റ് ആണോ തോന്നുന്നെങ്കിൽ ആയിക്കോളൂ. സോറി, ഈ ചിരിയുടെ പുറയിൽ ഒരു തിളച്ചു മറിയുന്ന ഒരു കടൽ ഞാൻ കാണുന്നുണ്ട്, ചുടുകടൽ. ഇതൊന്നും ശരിയല്ല ഡോക്ടർ, ഇതൊന്നും ശരിയല്ല. കാം ഡൗൺ. പുസ്തകങ്ങൾ ഡോക്ടർ കൊച്ച പേടിയാണോ? പുസ്തകം നിങ്ങൾ എങ്ങനെയാണ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയത്? നിങ്ങളുടെ മെന്റൽ ആ ഒരു സാധനം ശരിയല്ലെന്ന് ഞാൻ പറയും. നോട്ട് നോർമൽ. കുട്ടിയാണ്. ഇനി ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ചു. എന്റെ സ്കൂളിൽ ഏറ്റവും നല്ല ശ്രദ്ധയുള്ള ഇന്ത്യൻ കുട്ടിയായിരുന്നു ഞാൻ. അവാർഡ് വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ എന്നോട് കുഞ്ഞുങ്ങൾ ഇപ്പൊ ക്ലാസ്സിനെ കൊണ്ടാക്കുന്ന അച്ഛൻ തിരിച്ചു വരുമ്പോൾ കുഞ്ഞു വീട്ടിലെത്തിയിട്ടില്ല, അവൻ തൊടുപുഴയിൽ നിൽക്കുന്നു, കണ്ണൂർ നിൽക്കുന്നു. കാരണം അവനെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് ഈ പറയപ്പെടുന്ന ആൾക്കാരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നു. കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ അവന് GPS വഴി നേരെ വീട്ടിലെത്താം. ഇപ്പൊ എന്തെങ്കിലും ആപത്തുണ്ടായാലും SOS അയക്കാം. അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഈ മൊബൈൽ ഫോൺ കൊണ്ട്. അതിന്റെ ആ ഒരു ഗാഡ്ജറ്റിന്റെ നല്ല ഉപയോഗങ്ങൾ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൂടാ? നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശ. ഞാൻ ശാരിക. ഞാൻ ഡോക്ടർ ഗായത്രി. ടോപ്പിക്സ് ഡോക്ടർക്ക് തിരഞ്ഞെടുക്കാം. സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗം അനുവദിച്ചുകൂടെ? സ്കൂളിൽ മൊബൈൽ ഫോൺ അനുവദിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു ബൗണ്ടറി, സ്ക്രീൻ ടൈമിൻ്റെ ഒരു ബൗണ്ടറി വെക്കണതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ വീട്ടിൽ ചെന്നാലും പല കുട്ടികൾക്കും എന്താ പറയുക, ടാബ്ലറ്റും ഫോണും ഒക്കെ ഇത്തിരി ഒബ്സസ്ഡ് ആണ്. മെജോറിറ്റി ഓഫ് ദ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആഫ്റ്റർ കോവിഡിന് ശേഷം എല്ലാം ഓൺലൈനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പം ഒരുപാട് കേസുകളിൽ പേരൻസ് വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ അഡിക്ഷൻ കാരണം കുട്ടികൾക്ക് ദേഷ്യവും അഗ്രഷനും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതായത് ഫോണൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ഒരു സ്പേസിനെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. ആകെ അവരുടെ എന്താ പറയുക, ഒരു ഫോൺ ഇല്ലാതെ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റുന്ന ഏതൊരു സോഴ്സ് സ്കൂളിലായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ പഴയ കാലത്തിൽ 19ാം നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നത്. നമ്മൾ സൈബർ ലോകം ഒരുപാട് വികസിച്ചിരിക്കുന്നു. നമുക്ക് അതിനകത്ത് റെസ്ട്രിക്ഷൻസ് വെക്കാം. അതായത് ഈ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ, അതിനകത്ത് പറഞ്ഞ സബ്ജക്റ്റ് മൊബൈൽ ഫോൺ ഉപയോഗിപ്പിച്ചു കൂടെ എന്നാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് കുറേ അധികം കാര്യങ്ങൾ, കുറേ അധികം ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്ക് പ്രത്യേക ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അത് അവരുടെ കൂടെ കൊടുക്കുന്നതല്ലേ നല്ലത്. അത് പൂർണ്ണമായിട്ടും ബാൻ ചെയ്ത്. മാത്രമല്ല ഇന്നത്തെ ലോകത്ത് എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുക? ബാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല ശാരിക. സ്കൂളുകളിൽ വേണ്ട എന്നല്ലേ ഡോക്ടറുടെ അഭിപ്രായം എന്ന് പറഞ്ഞത്? അതെന്തുകൊണ്ടാണ് സ്കൂളുകൾ വേണ്ട എന്ന് പറയുന്നത്? സ്കൂളുകൾ അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നെറ്റ് വേണ്ടാന്ന് വെപ്പിക്കാം. അതുപോലെ വേണ്ടാത്ത ആപ്പുകൾ ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതുപോലെ യൂട്യൂബ് ആയാലും ഇന്റർനെറ്റ് ഫേസ്ബുക്ക് ആയാലും അല്ലെങ്കിൽ വേണ്ടാത്ത എല്ലാ ആപ്പുകളും ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ചൈൽഡ് ലോക്ക് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലേ അവരൊരു അപകടം. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ റീസെന്റ് ഡേയ്സ്, ഡോക്ടർ പത്രം വായിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, റീസെന്റ് ഡേയ്സിലെല്ലാം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ക്ലാസ്സിനെ കൊണ്ടാക്കുന്ന അച്ഛൻ തിരിച്ചു വരുമ്പോൾ കുഞ്ഞു വീട്ടിലെത്തിയിട്ടില്ല, അവൻ തൊടുപുഴയിൽ നിൽക്കുന്നു, കണ്ണൂർ നിൽക്കുന്നു. കാരണം അവനെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് ഈ പറയപ്പെടുന്ന ആൾക്കാരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നു. കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ അവന് GPS വഴി നേരെ വീട്ടിലെത്താം. ഇപ്പൊ എന്തെങ്കിലും ആപത്തുണ്ടായാലും SOS അയക്കാം. അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഈ മൊബൈൽ ഫോൺ കൊണ്ട്. അതിന്റെ ആ ഒരു ഗാഡ്ജറ്റിന്റെ നല്ല ഉപയോഗങ്ങൾ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൂടാ? പകരം എന്തിനാണ് ഈ മണ്ടന്മാരെ പോലെ, പഴയ കാരണവന്മാരെ പോലെ അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല? ഡോക്ടർ ഇപ്പോഴും പഴയ കാലത്ത് തന്നെ ജീവിക്കുന്നു തോന്നുന്നു. ശാരികയുടേതായിട്ടുള്ള കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ എനിക്ക് പറയാനുള്ള കൺക്ലൂഷനില്ല, നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള്
വീട്ടില് അവര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഉം. ഓക്കെ, ദർ ഇസ് സംതിങ് കോൾഡ് എ സ്ക്രീൻ ടൈം. Yeah. ഈ സ്കൂളിൽ എനിക്ക് മനസ്സിലായല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറോട് എന്താ അതിന്റെ കാരണം. ഡോക്ടർ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണോ? പറയട്ടെ Okay. ശാരിക, ഒരാള് പറയുന്നത് ശ്രദ്ധിക്കാൻ പഠിക്കും ആദ്യം. ശരി ശരി, ശ്രദ്ധിക്കാം. നമ്മള് സ്കൂളിലും ഈ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിലും ഈ ഒരു കാര്യത്തിലുള്ള റെസ്ട്രിക്ഷൻ ഒഴിവാക്കണം എന്നുള്ള ഒരു പോയിന്റ് ആണ് ശാരിക പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ 24 മണിക്കൂറും ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലുള്ള ഓക്കെ ഗുണവശങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ പോകുന്ന ടൈം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്തും ഏത് സമയത്താണ് കുട്ടികൾ ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ശാരിക പറയുന്നത്. ഇപ്പൊ രാവിലെ സ്കൂളിൽ ചെല്ലുന്ന സമയം, അതായത് സ്കൂളിൽ ക്ലാസ് ഉള്ള സമയത്ത് ഉപയോഗിക്കേണ്ട, അത് വേണ്ട, അത് മാത്രമല്ല. പക്ഷെ ഇതിപ്പോ കുട്ടികളല്ലല്ലോ ഇത് ഉപയോഗിപ്പിക്കുന്നത്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകൾ, ഈ പ്രൊജക്ഷൻ ക്ലാസ്സുകൾ, പല കാര്യങ്ങളും ടീച്ചർമാർ തന്നെ കുഞ്ഞുങ്ങളെ ഇത് നോക്കി, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഇങ്ങനെയാണ് ഒരു നമ്മുടെ ഫ്രോണ്ടിയർ കിടക്കുന്ന നമ്മുടെ സൈന്യത്തിന്റെ ഒരു സംഭവങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ടീച്ചർമാർ തന്നെയല്ലേ? അൺഫോർച്ചുനേറ്റ്ലി ഈ സ്കൂളിൽ പഠിക്കുന്ന കണ്ടന്റും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിലും മെജോറിറ്റി ഓഫ് ദ പേരൻസിന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളല്ല ഫോക്കസ് ചെയ്യുന്നത്. ഒരു കാര്യം പഠിച്ചിട്ട് പഠിക്കാൻ പാരന്റ്സിന്റെ കുഴപ്പമല്ലേ ഡോക്ടറെ? മുഴുവൻ പറയണ കേൾക്കൂ. അതായത് ഈ നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ദ റിയൽ പാൻഡമിക് സ്റ്റാർട്ട്സ് നൗ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് വലിയ വലിയ വേർഡുകളാ, നല്ലതാ. റിയൽ പാൻഡമിക് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡമിക് മനസ്സിലായി. ഞാനൊരു മണ്ടിയാണെന്നാണ് ഡോക്ടർ വിചാരിച്ചിരിക്കുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെ പറയാം. റിയൽ വലിയ വലിയ വാക്കാണ്, എനിക്ക് മനസ്സിലായില്ല. അതല്ല റിയൽ പാൻഡമിക് ഉദ്ദേശിച്ച അടുത്ത വലിയൊരു ദുരന്തം, അതായത് ഒരു ഫോണിന്റെ ദുരന്തം എന്നല്ലേ ഡോക്ടർ അതിലേക്ക് എത്തുന്നത്, അതല്ലേ? അപ്പൊ മനസ്സിലായല്ലോ. ആ മിടിക്കുകയാണ്, സമ്മതിക്കണം, മിടുമിടിക്കുകയാണെന്ന് സമ്മതിക്കണം. ശരി, മിടുമിടിക്കുകയാണ്. ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഓൾവേസ് ഹാപ്പി. എടോ പറയട്ടെ, പറയൂ. സോ ഈ പാൻഡമിക് ഒരുപാട് ഇഷ്യൂസ് ഫോൺ കൊണ്ട് ഒരുപാട് പേഷ്യൻസിനെ കാണുന്നോണ്ടാണ് പറയുന്നത്. അതായത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പേരൻസിനെ പുഷ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ ADHD, ഓട്ടിസം ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരെ ഫോണിൽ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡന്റ് ആക്കി കഴിഞ്ഞാലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. വെൻ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ചിൽഡ്രൻ, നമ്മൾ എല്ലാ വിധത്തിലുള്ള ഇൻക്ലൂസീവ് ആയിട്ടാണ് സംസാരിക്കേണ്ടത്, അല്ലെ? ഈ ശാരീരിക അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കോണ്ടാക്ട് ഡിസോർഡർ, ADHD ഒക്കെ ഉള്ള കുട്ടികളെ നമ്മൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 5-6 വയസ്സുള്ള കുട്ടികൾ ഫോൺ കണ്ടു തുടങ്ങുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പൊ ഇതെല്ലാം അതായത് കംപ്ലീറ്റ് ഇൻഫ്ലുവൻസ് ഫോൺ കാരണം പേരൻസ്, അതായത് അവരുടെ എന്താ പറയാ അക്കൗണ്ട്സിൽ നിന്ന് പൈസ എടുത്ത് യൂസ് ചെയ്യുക, ഫ്രീ ഫയർ പോലെയുള്ള ഗെയിംസിന് പൈസ എടുത്ത് യൂസ് ചെയ്യുക. ഇത് തന്നെ തന്നെയും പിന്നെയും പറഞ്ഞോളൂ. ഡോക്ടറോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നെറ്റ് ഒക്കെ കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ആപ്സ് കട്ട് ചെയ്യുക. നെറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് പോൺ സൈറ്റിലേക്ക് പോകുന്നത്? അല്ല, നെറ്റും കട്ട് ചെയ്ത് കംപ്ലീറ്റ് എല്ലാം കട്ട് ചെയ്ത് അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ സുഡോക്കോ പോലുള്ള ഗെയിംസുകളോ അല്ലെങ്കിൽ അതുപോലെ അവർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഫോണിനെ കുറിച്ച് ലെറ്റ് മീ കംപ്ലീറ്റ് ഫോണിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിന്റെ മൂല്യച്യുതിയാണ് ഇതിന്റെ കാരണം. അല്ലാതെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എലമെന്റ് വേണ്ട എന്ന് വെക്കുന്നതല്ല ഇവിടെ വലിയൊരു മേന്മയായിട്ട്. ഡോക്ടർ പറഞ്ഞ ADHDയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറെ പേഷ്യൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അല്ലാതെ ഈ കുഞ്ഞുങ്ങൾ ഇതിന് അഡിക്റ്റ് ആക്കി മാറ്റിയത് പാരന്റ്സും സമൂഹമാണ്. അവർക്ക് അതിന് നല്ല ഗുണങ്ങളാണ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നത്. പണ്ടൊരിക്കൽ നമ്മുടെ സർക്കാരിന്റെ പേര് ഞാൻ പറയുന്നില്ല, കമ്പ്യൂട്ടർ വന്നാൽ ആൾക്കാരുടെ ജോലി മുഴുവൻ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ന് എന്തായി? അവരാണ് ഏറ്റവും നല്ല IT മിഷൻസും IT സാക്ഷരതയും 100% ലിറ്ററസി ഉള്ള IT ലിറ്ററസി ഉള്ള ഗവൺമെന്റ് ഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ എന്താണുള്ളത്? ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ലതിലേക്ക് എത്തിച്ചുകൂടെ? നമ്മുടെ ശാസ്ത്രത്തിൽ നല്ല വശങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? ഞാൻ കാമാണ് ഡോക്ടർ. ഡോക്ടറാണ് ഇപ്പൊ കാമല്ലാത്തത്. ഡോക്ടർ ഹൃദയം തിളയ്ക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഒന്ന് ബേഡ്സ്റ്റഡ് ആണോ തോന്നുന്നെങ്കിൽ ആയിക്കോളൂ. സോറി, ഈ ചിരിയുടെ പുറകിൽ ഒരു തിളച്ചു മറിയുന്ന ഒരു കടൽ ഞാൻ കാണുന്നുണ്ട്, ചുടുകടൽ. ഇതൊരു കൊലച്ചിരിയാ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. ശാരിക പറയട്ടെ, ADHD, ഓട്ടിസം ഇതൊന്നും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശാരിക ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെല്ലാം ഡോക്ടേഴ്സ് അവർക്ക് ജീവനോപാധിയായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അങ്ങനെയല്ല, അത് ശാരിക വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഞാൻ വായിച്ചില്ലെന്നോ? ശാരിക പറയട്ടെ. ഡോക്ടർ നേരത്തെ പറഞ്ഞ അബ്യൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്റർടൈൻമെന്റ് ചെയ്തില്ല എന്ന് പറയുന്നു. ഇത് എന്നെ ഡോക്ടർക്ക് എങ്ങനെ അറിയാം ഞാൻ വായിക്കാത്ത ഒരാളാണെന്ന്? ഹൗ ക്യാൻ യു സേ ലൈക്ക് ദാറ്റ്? ശാരിക ഇതൊന്നും ശരിയല്ല ഡോക്ടർ, ഇതൊന്നും ശരിയല്ല. കാം ഡൗൺ. പുസ്തകങ്ങൾ ഡോക്ടർ കൊച്ച പേടിയാണോ? പുസ്തകം നിങ്ങൾ എങ്ങനെയാണ് സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയത്? നിങ്ങളുടെ മെന്റൽ ആ ഒരു സാധനം ശരിയല്ലെന്ന് ഞാൻ പറയും. ശാരിക യു ആർ നോട്ട് നോർമൽ. ശാരിക, സി ലെറ്റ്സ് ബി
റെസ്പെക്ട്ഫുൾ ഓഫ് ഡോക്ടർക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? ലെറ്റ്സ് ബി റെസ്പെക്ട്ഫുൾ ഓഫ് ഈച്ച് അതർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ഞാൻ നല്ല റെസ്പെക്ടോടുകൂടി തന്നെയാണ് ഡോക്ടറോട് സംസാരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഞാൻ റെസ്പെക്ട് അല്ലാതെ ഏത് വേർഡാണ് ഡോക്ടറോട് ഉപയോഗിച്ചത്? പറയൂ, ഏത് അബ്യൂസീവ് വേർഡാണ് ഉപയോഗിച്ചത്? ഒരാളെ വിളിക്കുമ്പോ ഡോക്ടർ ഇപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് വായന ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ തന്നെ അപമാനിച്ചതിന് തുല്യമല്ലേ? ഒരാളെ വിളിക്കുമ്പോ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡോക്ടർ എങ്ങും എത്തുന്നില്ല. ഡോക്ടർ ഒന്ന് ചുരുക്കി പറയൂ. ഡോക്ടർ ഇങ്ങനെ ഈ കടലിൽ കയറി തുഴയുന്ന പോലെ പറയാതിരിക്കും. ഡോക്ടർ ആൾക്കാർക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് ക്യാപ്ചർ ആക്കി പറയൂ. ശാരികയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ശാരിക ശ്രദ്ധയില്ലാത്തൊരു കുട്ടിയാണ്. ഇനി ഞാൻ പറയണമെന്ന് ശ്രദ്ധിച്ചു. എന്റെ സ്കൂളിൽ ഏറ്റവും നല്ല ശ്രദ്ധയുള്ള ഇന്ത്യൻ കുട്ടിയായിരുന്നു ഞാൻ. അവാർഡ് വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ എന്നോടോ? ശാരികയുടെ മാർക്സ് കാർഡ് കാണിക്കാൻ ഞാൻ കാണിക്കാം. തീർച്ചയായിട്ടും കാണിക്കാം. തീർച്ചയായിട്ടും. അടുത്ത ഒരു മിനിറ്റ് മിണ്ടാതെ ശ്രദ്ധിച്ചു കേക്ക്. പറയട്ടെ. You should clarify the things. പറയട്ടെ ശാരിക, ശ്രദ്ധിച്ച് കേക്കോ. ഈ വയലന്റ് ആവണ എന്തിനാ? ശരി, ഞാൻ പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ADHD, ഓട്ടിസം ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഉണ്ടാക്കിയതല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഒരു ഓർഗനൈസേഷൻ, അവരുടെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ F സെക്ഷനിലാണ് ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ വായിച്ചിട്ടില്ലാന്ന് പറഞ്ഞത്. അത് ശാരികയല്ല, ആരും, അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലും സൈക്യാട്രിസ്റ്റിലും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇപ്പൊ ശാരികയ്ക്ക് ഇത്രയും പുസ്തകം അതില് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ADHD, ഓട്ടിസം തുടങ്ങിയ രോഗങ്ങൾ. അല്ലാതെ അത് മാത്രമല്ല, അതിൽ ഒരുപാട് ഓപ്പോസിഷണൽ ഡെഫൻസി, കോണ്ടക്ട് ഡിസോർഡർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ADHD ഒക്കെ ഉള്ള കുട്ടികളുടെ അടുത്ത് ശാരിക ഈ പറയണ പോലെ വീട്ടിലും സ്കൂളിലും ഒക്കെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. So I cannot agree that what you're saying. ഓക്കെ, ഡോക്ടർ പറയുന്നതിനോട് എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഡോക്ടർ ഫോൺ ഉപയോഗിക്കേണ്ട എന്നാ പറയുന്നത്. ഇത്രയും നല്ലൊരു സംഭവം ഫോണിന് ഒരുപാട് സ്കൂളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്കൂളിൽ അല്ലാതെ അല്ല, ബാക്കി എല്ലായിടത്തും ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും പിള്ളേർ ഉപയോഗിക്കും. പക്ഷെ സ്കൂളിൽ ഇതിന്റെ ആവശ്യകത നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകളും അതിനുള്ള സയന്റിഫിക് ക്ലാസ്സുകൾക്കും കുട്ടികൾക്ക് കൊടുക്കാനും, അതുപോലെ താങ്കളെ പോലെ ക്ലിനിക്കൽ സൈക്കോളജിക്ക് അവിടെ പോയി അതിന്റെ നല്ല വശങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കൂ. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അത് ബാൻ ചെയ്യാൻ പറയാനല്ല പറയേണ്ടത് ഡോക്ടർ. Okay, as usual you're shouting, you're trying to this is my voice, this is my clarity voice, not shouting. To exhibit your control over the other person without any valid points. So എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊരു പവർലെസ് മൈൻഡിന് ഉടമയായി പോയി. ഒന്നും പറയാൻ. പവർലെസ് മൈൻഡ്, പവർ കാണിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നേരെ ഷൗട്ട് ചെയ്തല്ല ശാരിക പവർ കാണിക്കേണ്ടത്. You can be calm and express with grace. Okay. എന്തായാലും ഡോക്ടർ പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കത്തില്ല. പൂർണ്ണമായിട്ട് ഞാൻ വിയോജിക്കുന്നു, 100% വിയോജിക്കുന്നു. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ സ്കൂളിൽ കൊടുത്തു വിടണം. അതിൻ്റെ രീതിയിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവരൊരു അടിപൊളി ജനറേഷനായി മാറും. ഈ മൊബൈൽ ഫോണിനെ പേടിക്കുന്ന ജനറേഷനായി മാറത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ 100% ഉറച്ചു നിൽക്കുന്നു. സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊടുക്കണം കുട്ടികൾക്ക്. ഓക്കെ, സ്കൂളിലും മൊബൈൽ ഫോൺ, വീട്ടിലും മൊബൈൽ ഫോൺ, പേഴ്സണൽ ടൈം ഒന്നും ഇല്ലാതെ നമുക്ക് 24 മണിക്കൂറും കുട്ടികളെ ഫോൺ യൂസ് ചെയ്യാൻ ആണ് ശാരിക സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ it's very difficult to correct you and I feel sorry for you. ഒന്നും എനിക്ക് പറയാനില്ല.